ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിസി ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. പ്രത്യേകാല് വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഈ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുന്നുണ്ട്. അവരൊക്കെയും സേഫ് ആണെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രത്യേകാല് നാട്ടിലുള്ള പ്രിയപ്പെട്ടവർ വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. വേഗത്തിൽ തന്നെ ഒരു സമാധാന അന്തരീക്ഷം ഈ ദേശങ്ങളിലൊക്കെ ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വേഗത്തിൽ തന്നെ ദൈവം അതിൻ്റെ കാര്യങ്ങളൊക്കെയും ക്രമീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ ചോദ്യം റോമാലേഖനം 9 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ്. ആദ്യമായി ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി നിബന്ധനകൾ ഒന്നുകൂടി എന്ന് പറയാം. ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ഒരുമിച്ച് തന്നെ അയയ്ക്കുക. അതുപോലെ തന്നെ എല്ലാ ഉത്തരങ്ങൾക്കും റെഫറൻസ് ആവശ്യമാണ്. കഴിയുമെങ്കിൽ നിങ്ങളുടെ പേരുകൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. വേഗത്തിൽ തന്നെ ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഏത് വഴിപാടാണ് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിപ്പാൻ പൗലോസ് ആഗ്രഹിച്ചത്? ഓപ്ഷൻ എ യഹൂദന്മാരുടെ വഴിപാട്, ഓപ്ഷൻ ബി ജാതികളുടെ വഴിപാട്, ഓപ്ഷൻ സി രാജാക്കന്മാരുടെ വഴിപാട്. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഏത് വഴിപാടാണ് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിപ്പാൻ പൗലോസ് ആഗ്രഹിച്ചത്? ഓപ്ഷൻ എ യഹൂദന്മാരുടെ വഴിപാട്, ഓപ്ഷൻ ബി ജാതികളുടെ വഴിപാട്, ഓപ്ഷൻ സി രാജാക്കന്മാരുടെ വഴിപാട്. രണ്ടാമത്തെ ചോദ്യം: പൗലോസ് തൻ്റെ സഹോദരന്മാർക്കായി ഏതുവരെയാകാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്? ഓപ്ഷൻ എ തടവുകാരൻ, ഓപ്ഷൻ ബി ശപിക്കപ്പെട്ടവൻ, ഓപ്ഷൻ സി ദാസൻ. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. പൗലോസ് തൻ്റെ സഹോദരന്മാർക്കായി എന്തുവരെയാകാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്? ഓപ്ഷൻ എ തടവുകാരൻ, ഓപ്ഷൻ ബി ശപിക്കപ്പെട്ടവൻ, ഓപ്ഷൻ സി ദാസൻ. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഏലിയാവിൻ്റെ കാലത്ത് ദൈവം എത്ര പേരെ തനിക്കായി ശേഷിപ്പിച്ചു? ഓപ്ഷൻ എ 3000, ഓപ്ഷൻ ബി 5000, ഓപ്ഷൻ സി 7000. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഏലിയാവിൻ്റെ കാലത്ത് ദൈവം എത്ര പേരെ തനിക്കായി ശേഷിപ്പിച്ചു? ഓപ്ഷൻ എ 3000, ഓപ്ഷൻ ബി 5000, ഓപ്ഷൻ സി 7000. നാലാമത്തെ ചോദ്യം: ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി എന്താണ്? അഞ്ചാമത്തെ ചോദ്യം: ദൈവം നൽകുന്ന 2 കാര്യങ്ങൾ എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ദൈവം നൽകുന്ന 2 കാര്യങ്ങൾ എന്താണ്? ആറാമത്തെ ചോദ്യം ഇതാണ്: ചേർത്തുകൊള്ളുവിൻ ആരെ? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ചേർത്തുകൊള്ളുവിൻ ആരെ? ഏഴാമത്തെ ചോദ്യം: ദൈവരാജ്യം എന്താണ്, എന്തല്ല? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ദൈവരാജ്യം എന്താണ്, എന്തല്ല? എട്ടാമത്തെ ചോദ്യം: റോമാലേഖനം എഴുതിയത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. റോമാലേഖനം എഴുതിയത് ആരാണ്? ഒൻപതാമത്തെ ചോദ്യം: ഈ പാഠഭാഗത്ത് ഒരു അധ്യായത്തിൽ ദൈവത്തിന് പറഞ്ഞിരിക്കുന്ന ഒന്നിലധികം പേരുകൾ ഏവ അധ്യായം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഈ പാഠഭാഗത്ത് ഒരധ്യായത്തിൽ ദൈവത്തിന് പറഞ്ഞിരിക്കുന്ന ഒന്നിലധികം പേരുകളേവ അധ്യായം ഏതാണ്? പത്താമത്തെ ചോദ്യം ഇതാണ്: റോമാലേഖനം 9-ാം അധ്യായത്തിൽ നമ്മുടെ വീടുകളിൽ കാണുന്ന ഒന്നിനോട് ചേർന്ന് ചില പദപ്രയോഗങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട് ഏവ? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. റോമാലേഖനം 9-ാം അധ്യായത്തിൽ നമ്മുടെ വീടുകളിൽ കാണുന്ന ഒന്നിനോട് ചേർത്ത് ചില പദപ്രയോഗങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട് ഏവ? ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ റോമാലേഖനം 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരുന്നു. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ദൈവത്തിൻ്റെ മക്കളാണെന്ന് സാക്ഷ്യം പറയുന്നത് ആരാണ്? ഉത്തരം ഇതാണ്. ഓപ്ഷൻ ബി പരിശുദ്ധാത്മാവ്, 8:16. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: നമുക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്നത് ആരാണ്? ഇതിന് 3 ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിലെ 2 ഓപ്ഷനും ശരിയായിരുന്നു. ഞാൻ എടുത്ത ഉത്തരം ഓപ്ഷൻ സി പരിശുദ്ധാത്മാവ് എന്നുള്ളതായിരുന്നു. എന്നാൽ പല പ്രിയപ്പെട്ടവരും വന്ന് യേശു എന്നും ഉത്തരം എഴുതി കണ്ടു. അപ്പോൾ അതിൻ്റെ റെഫറൻസ് നോക്കിയപ്പോൾ ആ ഉത്തരവും ശരിയാണെന്ന് തോന്നി. അതുകൊണ്ട് നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ യേശുവും ഓപ്ഷൻ സി പരിശുദ്ധാത്മാവുമാണ്. റോമാലേഖനം 8:26, 8:34. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: നീതീകരണം ലഭിക്കുന്നത്
എന്തിലൂടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി വിശ്വാസത്തിലൂടെ. 3:28. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: സർവ്വലോകത്തിലും പ്രസിദ്ധമായത് എന്താണ്? ഉത്തരം ഇതാണ്: റോമാക്കാരുടെ വിശ്വാസം. 1:8. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു: പൗലോസ് ഒരേ പദത്താൽ സൂചിപ്പിക്കുന്ന രണ്ട് വ്യക്തികൾ ആരെല്ലാമാണ്? പദം ഏതാണ്? രണ്ട് വ്യക്തികൾ യേശുവും ആദവുമാണ്. പദം ഏകൻ എന്നുള്ളതാണ്. റോമർ 5:19 നമുക്ക് ഇങ്ങനെ വായിക്കാം: ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരും. ആറാമത്തെ ചോദ്യം ഇതാണ്: വിരളമായിരിക്കുന്നത് എന്താണ്? റോമർ 5:7 നാം ഇങ്ങനെ വായിക്കുന്നു: നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ദുർലഭം എന്നാൽ വിരളമെന്നാണ്. അപ്പോൾ നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നതാണ് വിരളമായി കാണുന്നത്. ഏഴാമത്തെ ചോദ്യം: പൗലോസ് എണ്ണുന്നത് എന്താണ്? ഉത്തരം ഇതാണ്: റോമർ 8:18 കാണാം: നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അപ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങളാണ് സാരമില്ല എന്ന് എണ്ണുന്നത്. എട്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: പൗലോസിന്റെ പക്കൽ കണ്ട പ്രമാണം എന്താണ്? റോമർ 7:21 കാണാം: അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. അപ്പോൾ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നുള്ള ഒരു പ്രമാണമാണ് പൗലോസിന്റെ പക്കൽ ഉണ്ടായിരുന്നത്. ഒൻപതാമത്തെ ചോദ്യം: ദൈവത്താൽ പുകഴ്ച ലഭിക്കുന്നത് ആർക്കാണ്? റോമർ 2:29 കാണാം: ആത്മാവിനാൽ ഹൃദയ പരിച്ഛേദനയേറ്റവർക്ക്. പത്താമത്തെ ചോദ്യം ഇതായിരുന്നു: ക്ഷമ എന്ന വാക്കിന് സമാനമായി ഈ പാഠഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം ഏതാണ്? ഇതിൻ്റെ ശരി ഉത്തരം പൊറുമ എന്നുള്ളതാണ്. റോമർ 3:25 കാണാം: വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ. ഇതായിരുന്നു നമ്മുടെ ഉത്തരം: പൊറുമ. പൊറുമ എന്നാൽ ക്ഷമ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഉത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ ഷീജ സണ്ണി, സിസ്റ്റർ സുബി റിജു, സിസ്റ്റർ ഗീതു ജസ്റ്റിൻ, സിസ്റ്റർ സൂസൻ ജെയിംസ്, ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ ആശ എ, സിസ്റ്റർ ബീന ബോസ്, സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ ആനി മാത്യു, സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ സാലി ജോസഫ്, സിസ്റ്റർ ബീന മീ, ബ്രദർ മാത്യു മില്ലൻ, സിസ്റ്റർ ഗീതമ്മ രാജു, സിസ്റ്റർ റെജിമോൾ, സിസ്റ്റർ ഡാലി ജയൻ, സിസ്റ്റർ പ്രേംകുമാരി, സിസ്റ്റർ രാധിക, സിസ്റ്റർ പ്യാരിയജി. സിസ്റ്റർ പ്യാരിയജി ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ട്: ഇന്നത്തെ സിയോൻ ബൈബിൾ ക്വിസിൽ കൂടി പൊറുമ എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി. പലതവണ ഈ വേദഭാഗങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും പൊറുമ എന്ന വാക്കിൻ്റെ അർത്ഥം ക്ഷമയെന്നാണ് എന്ന് ഇന്നാണ് മനസ്സിലാക്കിയത്. പ്രിയ സിസ്റ്ററെ, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതുപോലെയുള്ള എന്തെങ്കിലും പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ ഇതുപോലെ കമൻറ്റ് ചെയ്താൽ അത് ഞങ്ങൾക്ക് ഒരു പ്രചോദനമായിരിക്കും. ബ്രദർ ബിന്നി ബേബി, സിസ്റ്റർ ശോശമ്മ കുര്യാക്കോസ്, സിസ്റ്റർ നിർമ്മല വിജയൻ, സിസ്റ്റർ സുമ പ്രസാദ്, സിസ്റ്റർ അഞ്ജുമി, സിസ്റ്റർ ലിഥി തോമസ്, സിസ്റ്റർ റെനി സാം, സിസ്റ്റർ ജയ സാമുവൽ, സിസ്റ്റർ മോളി ജേക്കബ്, സിസ്റ്റർ ജയവല്ലി, സിസ്റ്റർ റീന പോൾ, സിസ്റ്റർ പ്രവീണ സുനിൽ, സിസ്റ്റർ ജയ വിനേഷ്, സിസ്റ്റർ സാറമ്മ ജോസഫ്, സിസ്റ്റർ അനിത സജിത്ത്, സിസ്റ്റർ ലിസി വിൻസെൻറ്റ്, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ സീന സജി, സിസ്റ്റർ നിഖിത, സിസ്റ്റർ ജുവാന തോമസ്,
സിസ്റ്റർ സൂസൻ തോമസ്, സിസ്റ്റർ മറിയമ്മ മാത്യു, സിസ്റ്റർ അനുഷ, സിസ്റ്റർ ഏലിയാമ്മ യോഹന്നാൻ, സിസ്റ്റർ രാധിക, സിസ്റ്റർ ബീന ജോർജ്, സിസ്റ്റർ ജലജ, സിസ്റ്റർ ലിസ സുമോദ്, സിസ്റ്റർ പൊന്നമ്മ രാജു, സിസ്റ്റർ ഷീന അജി, സിസ്റ്റർ റീന മൈക്കിൾ, സിസ്റ്റർ സാറാമ്മ ഡേവിഡ്, സിസ്റ്റർ ലിസി സണ്ണി, സിസ്റ്റർ സുജ ജെയിംസ്, സിസ്റ്റർ സുമതി ഭായ്, സിസ്റ്റർ അന്നമ്മ, സിസ്റ്റർ സൂസൻ ഫിലിപ്പ് ചെറിയാൻ. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അയച്ച് വിജയികളായത് ആരൊക്കെയാണെന്ന് നോക്കാം. ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ ബീന ബോസ്, സിസ്റ്റർ സാലി ജോസഫ്, സിസ്റ്റർ സുമ പ്രസാദ്, സിസ്റ്റർ സാറാമ ജോസഫ്, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടിൻ, സിസ്റ്റർ റീന മൈക്കിൾ. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ തന്നെ ഇന്നത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം അയക്കുവാനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാനും മറക്കരുത്. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പുതിയൊരു വീഡിയോയിൽ കാണുമ്പോഴേയും കർത്താവിൻ്റെ ചിറകടിയിൽ നാം ഒരുമിച്ച് മറയ്ക്കുമാറാകട്ടെ. ആമേൻ.